ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. പുഴമച്ചൻ ബ്രോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്താണ്. വിഴിഞ്ഞം തുറമുഖത്ത് ഇപ്പോൾ നല്ല കാറ്റും നല്ല തിരയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം വേറെ ഒന്നുമല്ല, ഇപ്പോൾ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്ക് ഒത്തിരി സന്തോഷിക്കാൻ ഇടവരുന്ന ടൈമുകളാണ് ഇങ്ങോട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രോളിംഗ് നിരോധനം മാക്സിമം അവസാനിക്കുന്ന സമയമായി. ഇനിയാണ് അവർക്ക് ചാകര വരുന്നത്. അപ്പോൾ ആ ഒരു തിടുക്കത്തിലാണ് എല്ലാവരും. ഒത്തിരി വള്ളങ്ങളൊക്കെ കരയിൽ ഒതുക്കിയിട്ടിരിക്കുന്ന കുറച്ച് ആൾക്കാർ മാത്രമേ പോയി തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഈ മാസം കഴിയുമ്പോൾ ആ വള്ളങ്ങളൊന്നും അവിടെ മാക്സിമം കാണില്ല. എല്ലാവരും പുറം കടലിൽ പോയി മുത്തുകൾ വരിയെടുക്കാൻ വേണ്ടി പോകുന്ന സമയങ്ങളാണ്. അപ്പോൾ മാക്സിമം ശ്രദ്ധിക്കുക. കടൽ കാണാൻ വരുന്നവർ കരയിൽ നിന്ന് മാത്രം കടൽ കണ്ടിട്ട് പോവുക. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് തിരമാലകളാണ് വരുന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കടലിലെ വിശേഷങ്ങൾ നമുക്ക് പങ്കിടാം, അറിഞ്ഞിരിക്കാം. ഓക്കെ, വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ കാണുന്ന ആ ഒരു സംഭവമാണ് അദാനി ഗ്രൂപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ വിഴിഞ്ഞം തുറമുഖം. നമ്മുടെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത ഒരു തുറമുഖമാണ് കാണുന്നത്. അപ്പോഴിത് ഒത്തിരി ഒരു സൈഡ് മാത്രമേ ഉള്ളൂ. നമുക്ക് മെയിനായിട്ട് അതിനകത്ത് പോകാനുള്ള ഒരു അനുവാദവും നമുക്കില്ല. ഒരു ഷിപ്പൊന്ന് കിടക്കുന്നുണ്ട്, ഒത്തിരി കണ്ടെയ്നറുകൾ കിടക്കുന്നുണ്ട്. അത്ര ദൂരത്തേക്ക് ഒന്നും സൂം ചെയ്ത് എടുക്കാൻ പറ്റത്തില്ല. എന്തായാലും ഒരു ചെറിയൊരു ഫോണായതുകൊണ്ട് ഞാൻ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തതാണ്. കുറച്ച് സൂം ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ചാകര ആയതുകൊണ്ട് ഈ അടുത്ത് വരെ മീൻ പിടിച്ചുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ നിൽക്കുകയാണ്. കണ്ടില്ലേ, ഇതിൻ്റെ മറു സൈഡാണ് കപ്പൽ വരുന്നത്. ആ സൈഡിലാണ് കപ്പൽ വന്ന് ചിറ കയറ്റി തിരിച്ചു പോകുന്നത്. ഇതാണ് സ്ഥലം. ഇവിടെ മൊത്തവും ചാകര ആയതുകൊണ്ട് മാത്രമാണ് ഈ അടുത്ത നിന്നൊക്കെ മത്സ്യത്തൊഴിലാളികൾ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചാകര വരുന്നതിന് മുന്നേയൊക്കെ ആണെങ്കിൽ ഈ എത്ര അടുത്തൊന്നും മീൻ വരത്തില്ല, ഉള്ളിലോട്ടേ പോകും. ഓക്കെ, ഇതാണ് സംഭവം. ഇത് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് മെയിൻ എൻട്രി. ഒരു സൈഡ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഒത്തിരി കണ്ടെയ്നർ അടുക്കി ഈ കണ്ടെയ്നറാണ് ഈ ഇടയ്ക്ക് ഒരു കപ്പൽ മലയിലുണ്ട്. അതേമാതിരിയുള്ള കണ്ടെയ്നറാണ് ഒത്തിരി സ്ഥലങ്ങളിൽ അടിക്കുന്നത്. ഓക്കെ, ഒരു കപ്പൽ വന്ന് സ്റ്റാർട്ട് അങ്ങനെ കുറച്ച് വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ചന്ത ഇറങ്ങിയപ്പോൾ അവിടെ മീനിൻ്റെ ചാകരയാണ്. കര നിറയെ മീനാണ്. വള്ളങ്ങൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഇഷ്ടം പോലെ മീനുകൾ, പല ഐറ്റത്തിലുള്ള മീനുകൾ കൊണ്ട് തട്ടുന്നുണ്ട്. ചൂര, കണവ, അങ്ങനെ മുരള്, അങ്ങനെ പറയുന്ന ഒരുപാട് ഐറ്റംസ് മീനുകൾ. ഒരു ദിവസം ഒന്നും രണ്ടും പ്രാവശ്യം പോകുന്ന ആൾക്കാരുണ്ട്. കാരണം ഈ ചാകര സമയമുണ്ട്. അവരുടെ മനസ്സിൽ നിറയെ സന്തോഷം വേണം കാണാൻ. അത്രയും സന്തോഷപ്പെട്ടാണ്. വൈകുന്നേരം ചേട്ടനോട് ചോദിച്ചു ഈ വീഡിയോ എന്താ എടുക്കുന്നത്, യൂട്യൂബറാണ്, യൂട്യൂബിൽ വരുന്നത്. ആ ഒരു സന്തോഷപ്പെടാൻ പുള്ളിക്കാരൻ മോഹം കാണിച്ചുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോവുകയാണ് പുള്ളിക്കാരൻ. പിന്നെ അവരുടെ ഡ്രസ്സിംഗ് എന്ന് പറയുമ്പോൾ ഓരോ വള്ളത്തിൻ്റെ രീതിയിലുള്ള ഡ്രസ്സിങ്ങാണ് ഇടുന്നത്. ഇപ്പം കഴിഞ്ഞ വർഷം ഞാനിപ്പോൾ വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ സംഭവമൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഓരോ വള്ളം ഓരോ കളറാണെങ്കിൽ ചില ടീംസുകൾ ആ വള്ളത്തിൻ്റെ കളറിലുള്ള വരിനൊക്കെ ഇട്ടുകൊണ്ടാണ് അവർ പോകുന്നത്. ചേട്ടൻ നമുക്ക് ഫേസ് തന്നിട്ട് പോവുകയാണ്. ഇത് ഓരോന്ന് പറയണ്ടായിരിക്കും. ഒരാളോടൊന്ന് വാരിക്കൊണ്ടിരിക്കുക കറക്കി മീൻ. ഉണ്ടല്ലേ, അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നിങ്ങളൊക്കെ ഇതൊക്കെ കുട്ടക്കണക്കിന് കൊണ്ട് തട്ടുന്ന ഒരു കുട്ടയ്ക്ക് ഇത്ര രൂപ എന്ന് കരയിൽ നിന്ന് വേറെ ബിസിനസ്സുകാർ വന്ന് ഒത്തുലേലം വിളിക്കുക. അവർ വള്ളത്തിൽ നിന്ന് മതിച്ച് ഒത്തുലേലം വിളിച്ചിട്ട് അവർ കുട്ടയ്ക്ക് ഇത്ര രൂപ വെച്ച് ലേലം വിളിച്ചിട്ട് അവർ കരയിൽ ആ ടീമിന് കൊണ്ട് തട്ടിക്കൊടുക്കുന്ന രംഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ചേട്ടന്മാർ രണ്ടുപേരും കരയ്ക്ക് മീനി പറക്കുവാണ്. ഇത്രയും വേറെ ആൾക്കാർ മതിച്ച് മേടിച്ച് കൊണ്ടുപോകുന്ന ടീം വള്ളത്തിൽ നിന്ന് മതിച്ച് മേടിക്കുന്നതാണ്.